ഈശ്വരൻ ഏറ്റവും പ്രിയമുള്ളവരെ, എൻ്റെ വൈദിക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുക. അത് പങ്കെടുക്കുമ്പോൾ അതിലെ പ്രാർത്ഥനകളും പാട്ടുകളൊക്കെ നമ്മെ ഏറെ സങ്കടപ്പെടുത്തുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. നമുക്ക് സങ്കടം വരും ആർക്കായാലും ആ വാക്കുകളൊക്കെ. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ, അവരുടെ ബന്ധുമിത്രാദികളുടെ വേദന എത്ര വലുതായിരിക്കും. ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ രോഗിയാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഹൃദയ സംബന്ധമായ ഗുരുതരമായ രോഗമാണ്. പലരും അബോർഷൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും ആ മാതാപിതാക്കൾ അത് സമ്മതിക്കാതെ സന്തോഷപൂർവ്വം ആ കുഞ്ഞിനെ സ്വീകരിച്ചു. ശവസംസ്കാര കർമ്മത്തിൽ അവരുടെ വികാരിയച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: വിശുദ്ധമായ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഈ കുഞ്ഞിനെ 2 കൈ നീട്ടി സ്വീകരിച്ചത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, സന്തോഷപൂർവ്വം ആ ദമ്പതികൾ അത് സ്വീകരിച്ചു. സംസാരിക്കാത്ത രോഗിയായ ആ കുഞ്ഞിനെ അവർ പരിചരിച്ചു. ദൈവം തന്ന ആ കുഞ്ഞിനെ അവർ നഷ്ടപ്പെടുത്തിയില്ല. 2 കൈ നീട്ടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അവർ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അതൊരു ഭാരമായി കണ്ടില്ല. ജീവിതത്തിൽ നമുക്കൊക്കെ പലപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ പലതും നെഗറ്റീവായ ചിന്തകളുണ്ടാകാം. പക്ഷെ ദൈവം സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് വിശ്വസ്തരായ മാതാപിതാക്കളുടെ കൈകളിലാണ്. ഏറ്റവും നല്ല കൈകളിലേക്ക്, ആ ഹൃദയത്തിലേക്കാണ് ഇങ്ങനെ ബലഹീനമായ അല്ലെങ്കിൽ ഏറ്റവും കുറവുകളുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കുക. ദൈവം നൽകിയത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ആ മാതാപിതാക്കളുടെ ജീവിതം എത്ര മഹനീയമാണ് പ്രിയമുള്ളവരെ. ഈ കുഞ്ഞുങ്ങൾ ഇത്രമാത്രം സഹിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ആ സഹനത്തിലൂടെ ഒരുപാട് പേരെ ദൈവം രക്ഷിക്കുന്നു. ഒരുപാട് പേരുടെ പാപത്തിന് ഈ നിർമ്മലരായ വിശുദ്ധരായ കുഞ്ഞുങ്ങൾ അത് ഏറ്റുവാങ്ങി അവരെ രക്ഷിക്കുകയാണ്, വിശുദ്ധീകരിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 116 അധ്യായം 15 തിരുവചനം: തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. അതെ, വിശുദ്ധരായി ജീവിച്ചുകൊണ്ട് സഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർ മരിക്കുകയാണെങ്കിൽ അവരുടെ മരണം ദൈവത്തിന് അമൂല്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ അത് ദൈവത്തിന് അമൂല്യമായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആരെങ്കിലും സഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലുമൊക്കെ സഹനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ അവരെ ശക്തിപ്പെടുത്താം. ഈ ഒരു ശുശ്രൂഷ നമുക്കതിനായി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് രോഗികളായ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പരിചരിക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രോഗികളായിട്ടുള്ളവർ, അവരാരൊക്കെയാണോ പരിചരിക്കുന്നത്, ആരാണ് ശ്രദ്ധിക്കുന്നത്, ആരാണ് കൂടെയുള്ളത്, അവർക്കൊക്കെ ഈശോയെ ഒരു കരുത്ത് കൊടുക്കണമേ. സ്നേഹിക്കാൻ, ആശ്വസിപ്പിക്കുവാൻ, അവരുടെ സങ്കടത്തിൽ കൂടെ നിൽക്കുവാൻ കൃപ നൽകണമേ. രോഗികൾക്ക് ദൈവശക്തി നൽകി സൗഖ്യത്തിൻ്റെ അനുഗ്രഹം കൊടുക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞാൻ ചേരട്ടെ നിൻ ക്രൂശ് ഞാൻ വഹിക്കും മാറുമേ. എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ, ഞാൻ ചേരട്ടെ നിന്നോടൻ ദൈവമേ, ഞാൻ വഹിക്കും മാറുമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.